1 ദിനവൃത്താന്തം അധ്യായം 6. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിൻ്റെ സന്താനങ്ങൾ അഹറോൻ, മോശ, മിറിയാം. അഹറോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെറഹിയ, മെരായോത്ത്, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്, അസറിയ, യോഹനാൻ. ജെറൂസലമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, ഷല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്ക്. നെബൂഖദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറൂസലമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി, ഷിമയി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർഷോമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഉരിയേൽ, ഉസിയ, ഷാവൂൾ. എൽക്കാനായിക്ക് അമാസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, ഏലിയാബ്, യറോഹാം, എൽക്കാന. സാമുവേലിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹ്ലി, ലിബ്നി, ഷിമയി, ഉസ്സ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറൂസലമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുമ്പിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര: കൊഹാത്യകുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്ത്, അമാസായ്. എൽക്കാന, ജോയേൽ, അസറിയ, സഫനിയ, തഹത്ത് അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലതുഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ്. ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഖ്യ, ഷിമയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, യത്നി, സേറഹ്, അദായ, ഏഥാൻ, സിമ്മ,
ഷിമയി, യാഥാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന്. അവരിൽ പ്രമുഖൻ ഏഥാൻ. ഏഥാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂക്ക്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹന ബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനെഫാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയ്യ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്യകുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തെമോവ, ഹീലേൻ, ദബീർ, ആഷാൻ, ബത്ഷെമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശെമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെഖേം, ഗേസർ, യോക്മെയാം, ബെത്ഹോറോൺ, അയ്യാലോൺ, ഗദ്രിമ്മോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേറത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോക്ക്, റഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദഷ്, ഹമ്മോൻ, കിര്യാത്തായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കേദേമോത്ത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലെയാദ്, മഹനായിം, ഹെബ്ഷോൻ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. Chapter 6. The sons of Levi were Gershon, Kohath, and Merari.
The sons of Gershon were named Libni and Shimei. The sons of Kohath were Amram, Ishar, Hebron, and Uzziel. The sons of Merari were Malai and Mushai. The following were the clans of Levi, distributed according to their ancestors: of Gershon, his son Libni, whose son was Jahath, whose son was Zima, whose son was Joah, whose son was Edo, whose son was Zerah, whose son was Jetherai. The descendants of Kohath were his son Aminadab, whose son was Korah, whose son was Asir, whose son was Elkanah, whose son was Abiasaph, whose son was Asir, whose son was Tehath, whose son was Uriel, whose son was Uzziah, whose son was Shaul. The sons of Elkanah were Amasai and Ahimoth, whose son was Elkanah, whose son was Zophai, whose son was Nahath, whose son was Eliab, whose son was Jeroham, whose son was Elkanah, whose son was Samuel. The sons of Samuel were Joel, the firstborn, and Abijah the second. The descendants of Merari were Malai, whose son was Libni, whose son was Shimei, whose son was Uzzah, whose son was Shimeah, whose son was Haggiah, whose son was Asaiah. The following were entrusted by David with the choir services in the Lord's house from the time when the ark had obtained a permanent resting place. They served as singers before the dwelling of the meeting tent until Solomon built the temple of the Lord in Jerusalem, and they performed their services in an order prescribed for them. Those who so performed are the following, together with their descendants. Among the Kohathites, Heman the chanter, son of Joel, son of Samuel, son of Elkanah, son of Jeroham, son of Eliel, son of Toah, son of Zuth, son of Elkanah, son of Mehath, son of Amasai, son of Elkanah, son of Joel, son of Azariah, son of Zephaniah, son of Tehath, son of Asir, son of Abiasaph, son of Korah, son of Ishar, son of Kohath, son of Levi, son of Israel. His brother Asaph stood at his right hand. Asaph was the son of Berechiah, son of Shimeah, son of Michael, son of Beasaiah, son of Malchijah, son of Ethni, son of Zerah, son of Adaiah, son of Ethan, son of Zimmah, son of Shimei, son of Jahath, son of Gershon, son of Levi. Their brothers, the Merarites, stood at the left: Ethan, son of Kishai, son of Abdai, son of Maluk, son of Hashabiah, son of Amaziah, son of Hilkiah, son of Amzai, son of Bani, son of Shemer, son of Malai, son of Mushai, son of Merari, son of Levi. Their brother Levites were appointed to all other services of the dwelling of the house of God. However, it was Aaron and his descendants who burnt the offerings on the altar of holocausts and on the altar of incense. They alone had charge of the Holy of Holies and of making atonement for Israel, as Moses the servant of God had ordained. These were the descendants of Aaron, his son Eleazar, whose son was Phinehas, whose son was Abishua, whose son was Bukai, whose son was Uzai, whose son was Zerahiah, whose son was Meraioth, whose son was Amariah, whose son was Ahitub, whose son was Zadok, whose son was Ahimaaz. The following were their dwelling places to which their encampment was limited. To the descendants of Aaron, who belonged to the clan of the Kohathites, since the first lot fell to them, was assigned Hebron with its adjacent pasture lands in the land of Judah, although the open country and the villages belonging to the city had been given to Caleb, the son of Jephunneh. There were assigned to the descendants of Aaron Hebron, a city of asylum, Libnah with its pasture lands, Jatir with its pasture lands, Eshtemoa with its pasture lands, Holon with its pasture lands, Debir with its pasture lands, Ashan with its pasture lands, Jetah with its pasture lands, and Beth Shemesh with its pasture lands. Also from the tribe of Benjamin, Gibeon with its pasture lands, Geba with its pasture lands, Almon with its pasture lands, Anathoth with its pasture lands. In all they had 13 cities with their pasture lands. The Israelites assigned these cities with their pasture lands to the Levites, designating them by name and assigning them by lot from the tribes of the Judahites, Simeonites, and Benjaminites. The other Kohathites obtained 10 cities by lot for their clans from the tribe of Ephraim, from the tribe of Dan, and from the half-tribe of Manasseh.
The clans of the Gershonites obtained 13 cities from the tribes of Issachar, Asher, and Naphtali, and from the half-tribe of Manasseh in Bashan. The clans of the Merarites obtained 12 cities by lot from the tribes of Reuben, Gad, and Zebulun. The clans of the Kohathites obtained cities by lot from the tribe of Ephraim. They were assigned Shechem in the mountain region of Ephraim, a city of asylum, with its pasture lands, Gezer with its pasture lands, Kibzaim with its pasture lands, and Beth-horon with its pasture lands. From the tribe of Dan, Eltikeh with its pasture lands, Gibbethon with its pasture lands, Aijalon with its pasture lands, and Goth-rimmon with its pasture lands. From the tribe of Manasseh, Teanach with its pasture lands, and Ibleam with its pasture lands. These belonged to the rest of the Kohathite clan. The clans of the Gershonites received from the half-tribe of Manasseh Golan in Bashan with its pasture lands, and Ashtaroth with its pasture lands. From the tribe of Issachar, Kedesh with its pasture lands, Dabarath with its pasture lands, Ramoth with its pasture lands, and En-ganim with its pasture lands. From the tribe of Asher, Meshal with its pasture lands, Abdon with its pasture lands, Hilkath with its pasture lands, and Rehob with its pasture lands. From the tribe of Naphtali, Kedesh and Galilee with its pasture lands, Hammon with its pasture lands, and Kiriathaim with its pasture lands. The rest of the Merarites received from the tribe of Zebulun Jokneam with its pasture lands, Karta with its pasture lands, Rimmon with its pasture lands, and Tabor with its pasture lands. Across the Jordan at Jericho, that is, east of the Jordan, they received from the tribe of Reuben Bezer in the desert with its pasture lands, Jaza with its pasture lands, Kedemoth with its pasture lands, and Mephaath with its pasture lands. From the tribe of Gad, Ramoth in Gilead with its pasture lands, Mahanaim with its pasture lands, Heshbon with its pasture lands, and Jazer with its pasture lands.